ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഈ ഒരു പലഹാരം എന്താണെന്ന് മനസ്സിലായവരുണ്ടോ? അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കില്ലേ, ഒരുപാട് പേര് കഴിച്ചവരും കാണും. അപ്പോൾ ഇതൊരു പഴയ കാല പലഹാരമാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ആ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചെറുപയർ വെച്ചിട്ടുണ്ടാക്കുന്ന നല്ലൊരു സ്നാക്സ്. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുന്ന വീഡിയോ പോയിട്ടൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ പേര് മുന്തിരിക്കൊത്തെന്നാണ്. അപ്പോൾ ഈ ഒരു മുന്തിരിക്കൊത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ 1 കപ്പ് പയർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ശർക്കര, ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ഈ പയർ ഞാൻ പയറും തേങ്ങയും നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ പയർ നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ 2-3 ഏലക്ക കൂടി ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക കൂടി ചേർത്ത് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു പാന് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഉരുക്കിയെടുത്ത് വെച്ചിരുന്ന ശർക്കര ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അഥവാ കുറച്ച് നമുക്ക് ചിലപ്പം കൂടിപ്പോയാൽ അറിയാക്കത്തില്ല. അതുകൊണ്ട് എടുത്തതിൽ നിന്നൊരു 1/4 ഭാഗം ഒഴിച്ചിട്ട് ഞാൻ 1/4 ഭാഗം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ശർക്കര തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു പയറിൻ്റെ പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ചെറിയ തരികളൊക്കെ ഒന്ന് കിടക്കണം, എന്നാലും കുറച്ച് നല്ലപോലെ ഒന്ന് പൊടിക്കണം, എന്നാലും നമുക്കതൊന്ന് ഉണ്ടയാക്കി എടുക്കാനും പറ്റത്തുള്ളേ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ആ ഒരു തേങ്ങായും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വളരെ കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ശർക്കരക്കകത്തേക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തപ്പോൾ കുറച്ച് ഒരു വെള്ളത്തിൻ്റെ ഒരു കുറവ് നമുക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി നമ്മൾ മാറ്റി വെച്ചിരുന്ന ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ പരുവം വരണം കേട്ടോ. കാരണം നമ്മളതൊന്ന് കയ്യിലെടുത്ത് ഉരുട്ടി നോക്കുമ്പോൾ നമുക്കൊരു ഉരുളയാക്കാൻ പറ്റുന്ന ആ ഒരു പരുവായി വരണം. അതുവരെ നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു പരുവായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം നല്ല ചൂടാണ്, നമുക്ക് ഈ ഒരു ചൂടിൽ ഉണ്ട പിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ തീരെ അങ്ങ് തണുത്തും പോകരുത്. അപ്പോൾ ഒരു ഇളം ചൂടിൽ ഞാൻ ഇതൊന്ന് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിപ്പത്തിലുള്ള ഓരോ ഉരുളകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുളകളായിട്ട് നമ്മൾ ചെറിയ നെല്ലിക്കയെക്കാട്ടി ഒരു ഇച്ചിരിയും കൂടെ വലിപ്പത്തിൽ നമുക്ക് ഇത് മുഴുവനും ഒന്ന് ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ഇവിടെ ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ആ ഒരു മാവിൻ്റെ മിക്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി ആ അരിപ്പൊടിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് റെഡിയാക്കുന്നത് പോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ മാവ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോ ഉരുളകളും എടുത്ത് മാവിനകത്ത് മുക്കിയ ശേഷം എണ്ണയ്ക്കകത്തേക്കിട്ട് പൊരിച്ചെടുക്കാം. ഇതുപോലെ മുഴുവൻ ഉരുളകളും ഞാൻ ഇതുപോലെ മാവിനകത്തേക്ക് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ
സൈഡും ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഒരു ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് നമ്മുടെ മുന്തിരിക്കുത്ത് കോരി മാറ്റാം കേട്ടോ. കോരി എടുത്ത് ഇതുപോലെ ഒരു കണ്ണാപ്പ പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ പോകാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ബാക്കിയുള്ള മുഴുവനും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ദേ നമ്മുടെ നല്ല ഹെൽത്തി എണ്ണയെ പൊരിച്ചത് കൊണ്ടുള്ള ഒരു ഇതുണ്ട്. എന്നാലും ചെറുപയർ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ, കുട്ടികൾ ചെറുപയർ കഴിക്കാത്തവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഉണ്ടാക്കി കുറേ ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നായാലും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.